വെൽക്കം ടു ഗ്രേഡിയൻറ്റ് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചെറിയ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് മുന്നേ ഉള്ള എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു അറിയിപ്പ് കൂടെയുണ്ട്. ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ പഠിച്ചെങ്കിൽ ഒരു 25 മാർക്കിൻ്റെ ടെസ്റ്റ് പേപ്പർ സ്വയം ഒന്ന് എഴുതി ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം എന്ത് ചെയ്യാം, ഒന്ന് വിലയിരുത്തി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാൽ എന്താണ് എന്നതാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ നോട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, അതിനും എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി ടെലഗ്രാം എന്നൊരു സംഭവം ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, വാട്സാപ്പ് ചാനലിലോട്ടുള്ള അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പെട്ടെന്ന് കിട്ടത്തില്ലെങ്കിലും എന്ത് ചെയ്യും, ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ അത് അയച്ചു തരാം, കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, അതിന് സൊസൈറ്റിക്കും പങ്കുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഴ്സണൽ പ്രോബ്ലംസ് ആർ കണക്റ്റഡ് ടു വൈഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. സമൂഹവുമായിട്ട് എന്താണ് അതിൻ്റെ ബന്ധമെന്ന് പറയുന്നത്. ചാൾസ് റൈറ്റ് മിൽസ് ആണ് ഈ പറയുന്ന ഈ ഒരു കാര്യം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പുസ്തകത്തിൻ്റെ പേര് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, 1959 വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേഴ്സണൽ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ പുറകിലുള്ള റീസൺസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, സൊസൈറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നത് നോക്കടാം. ദ സോഷ്യൽ കോസ് ബിഹൈൻഡ് ഓൾ ദ പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നത്, ഇറ്റ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സോഷ്യൽ സ്ട്രക്ചർ ഇൻഫ്ലുവൻസ് പേഴ്സണൽ പ്രോബ്ലംസ്. സൊസൈറ്റി എങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നു. അലോസ് ഇൻഡിവിജ്വൽസ് ടു കണക്ട് ദെയർ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ബ്രോഡർ സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. വ്യക്തിപരമായ പ്രശ്നങ്ങളെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും അതിൻ്റെ റീസൺസ് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ടു മൂവ് ബിയോണ്ട് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് ആൻഡ് സീക്ക് ദ സോഷ്യൽ കോസസ് ബിഹൈൻഡ് ദ പ്രോബ്ലംസ് അല്ലേ. വ്യക്തിപരം, ഈ ചാപ്റ്റർ മൊത്തം അത് തന്നെ പറയുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഏതാണ്ട് ഒരു 6ഓളം ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അതോടുകൂടി ഒരു ചാപ്റ്റർ തീരുകയാണ് ചെയ്യുന്നത്. നമുക്കത് 6 എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് വിൽ ബ്രോഡൻ ദ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. സോഷ്യോളജിക്കൽ അനാലിസിസിലൂടെ നമുക്ക് എന്ത് പറ്റും, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റും, വലുതാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ പ്രശ്നത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് പേഴ്സണൽ കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷേ നമ്മളതിന് പിന്നിലുള്ള റീസൺസിനെ പറ്റി കുറച്ചൊന്ന് കടന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പിന്നിലൊരു വലിയ പിക്ചർ തന്നെ ഉണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻറ്റ്, ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും വണ്ടി ഓടിച്ചവനെ ചീത്ത പറയാറാണ് പതിവ് അല്ലേ. പലപ്പോഴും നമ്മളത് ആലോചിക്കാറില്ല, അയാളുടെ മാത്രം തെറ്റുകൊണ്ടാണോ അത് സംഭവിക്കുന്നതെന്ന്. പലപ്പോഴും ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ കെയർലെസ്നെസ് കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ. ഇനി ഈ പറയുന്ന വണ്ടി ഓടിക്കുന്ന ആളുടെ തെറ്റാവണമെന്നില്ല. അവൻ്റെ വശത്തൂടി പോയവൻ ഇങ്ങോട്ട് വണ്ടി ഒന്ന് വെട്ടിച്ചു, അവനെ തട്ടാതിരിക്കാൻ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി വെട്ടിച്ചു, അത് കാരണം അപകടം ഉണ്ടാവാൻ അങ്ങനെ പല റീസൺസും ഉണ്ട്. പിന്നെ ഇത് രണ്ടും കൊണ്ട് മാത്രം നമുക്ക് പേഴ്സണൽസിന് അല്ലെങ്കിൽ വ്യക്തിയെ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ, ഇല്ല. ചിലപ്പോൾ അവിടുത്തെ ട്രാഫിക് സിഗ്നൽ വർക്കാവുന്നുണ്ടായിരിക്കില്ല, അവിടെയുള്ള ട്രാഫിക് സൈനുകൾ മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഈ റോഡ് നിർമ്മിക്കുന്നത് തന്നെ പാളിച്ചയാണ്. ഇപ്പോൾ അത് പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നുണ്ട്, പല നാഷണൽ ഹൈവേയിലൊക്കെ പലയിടത്തൊക്കെ എന്ത് ചെയ്യുന്നു, കുളത്തിനേക്കാളും അല്ലേ വെള്ളക്കെട്ടാണ്, റോഡ് ഇടിഞ്ഞ് വീഴുന്നു. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരുടെ തെറ്റാ. അപ്പോൾ അങ്ങനെ അവിടെ വെള്ളം കെട്ടിയത് കാരണം ആ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ച ഒരാൾ അപകടം വരുത്തിയാൽ അത് അയാളുടെ വ്യക്തിപരമായ കുറ്റം കൊണ്ടാണോ, അല്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും
നമ്മൾ കാണുന്ന ഒന്നല്ലാതെ അതിന് പിന്നിൽ വലിയൊരു പിക്ചറുണ്ട്, വലിയൊരു റീസൺ ഉണ്ട്. സോ ആ റീസൺ മനസ്സിലാക്കുക. അതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രോഡൻസ് ദ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ എന്ത് ചെയ്യുന്നു? വലുതാക്കുന്നു, വിശാലമാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? അതിൻ്റെ കാരണങ്ങളെ പറ്റി കുറച്ചുകൂടി ഒരു ബോധം വരും. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നു, ഡ്രൈവറെ പിടിച്ച് അടിക്കുന്നു, അല്ലേ, ആൾക്കാർ ചീത്ത വിളിക്കുന്നു, അതൊക്കെ നമുക്ക് കുറയും ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ത് പറ്റും? നമ്മൾ മനസ്സിലാക്കി തരും. ദെയർ ആർ മെനി അതർ ഫാക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ റോഡ് ആക്സിഡൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസിൻ്റെ വയലേഷൻ, ഇതാണ് പെട്ടെന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ്, അല്ലേ, നമ്മുടെ റോഡുകളിൽ കാണുന്നതാണ്. അല്ലേ, റോഡിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വണ്ടികളാണ്, പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ. ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മണിക്കൂറുകളുടെ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ ആ ബ്ലോക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ ഒതുക്കുമ്പോൾ 2 തട്ടുമുട്ടുമൊക്കെ കിട്ടും. അത് ആ വ്യക്തിപരമായിട്ടുള്ള റോഡിൽ ഓടിക്കുന്ന വണ്ടിക്കാരൻ്റെ കുറ്റമാണോ? അല്ല. ലിമിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ബസ്സിനകത്തൊക്കെ നിങ്ങൾ സ്കൂൾ പിള്ളേരാണ് ഏറ്റവും നല്ല ഉദാഹരണം. KSRTC ബസ് വരുമ്പോഴത്തേക്കും ചാടി കയറി ഫുട്ബോളിൽ തൂങ്ങി നിന്ന് പോകുന്നുണ്ട്. അതെന്തോ നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ? അങ്ങനെ പോയി ഒരു അപകടം വന്നാലേ നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ആവശ്യത്തിന് ബസ് വിടണമായിരുന്നു, അല്ലേ? നമുക്ക് ഈ ബസ് പോയാൽ അടുത്ത ബസ് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചാടി തൂങ്ങി പോവുമോ? ഇല്ല. അതാണ് മനസ്സിലാക്കുന്നത്. ഫെയിലിയർ ഓഫ് ദ ലീഗൽ സിസ്റ്റം, അല്ലേ, ലീഗൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ. ട്രാഫിക് സിഗ്നലുകൾ, പ്രോപ്പറായിട്ട് സൈൻ ബോർഡുകൾ, അതുപോലെ തന്നെ നിയമം തെറ്റിച്ചാൽ നല്ല ശിക്ഷ കിട്ടുമെന്നൊക്കെ ആൾക്കാർക്ക് തോന്നിയാൽ ആൾക്കാർ മാക്സിമം അത് കുറയ്ക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ കുറ്റം കൊണ്ടാണോ? മാത്രമല്ല, ഏറ്റവും അവസാനം അൺസയൻറ്റിഫിക് വേ ഓഫ് കൺസ്ട്രക്ടിങ് റോഡ്സ്, റോഡുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ പറയുന്നത് ഇതാ, അല്ലേ? ഹെൽമെറ്റ് ശക്തമാക്കുമ്പോഴും AI ക്യാമറ വെച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ എന്താ? ആദ്യം ആ റോഡൊന്ന് നേരെയാക്കി വലിയ ഉപകാരമായിരുന്നു, അല്ലേ? റോഡ് ഫുള്ള് കൊണ്ടും കുഴിയുണ്ട എന്താണ് പ്രശ്നങ്ങളുമാണ്. അപ്പോൾ റോഡൊന്ന് നേരെയാക്കി തന്നാൽ തന്നെ പകുതി അപകടങ്ങൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതൊക്കെയാണ് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന കോമൺ സെൻസ് നോളജ് വെച്ചാണെങ്കിൽ എന്ത് പറയും? അവൻ വല്ലയിടത്ത് നോക്കി വണ്ടി ഓടിച്ചു എന്ന് പറയും. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വലിയ കാരണങ്ങൾ നോക്കും. അത് അവൻ്റെ കുറ്റം കൊണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടു തൊട്ട് മുമ്പ് സൈൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലേ, അവിടുത്തെ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്പ് us to identify how other social factors influence individual problems and thus broaden the individual perspective. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നമ്മൾ ചുരുക്കി ഇങ്ങനെ പഠിക്കും. പേഴ്സണൽ പ്രോബ്ലംസ് മേ ഹാവ് സോഷ്യൽ കോസസ്. ഇതാണ് സംഭവം. പേഴ്സണൽ പ്രോബ്ലങ്ങൾക്ക് എപ്പോഴും സോഷ്യലായ കാരണങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, അപകടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും കാരണങ്ങൾ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. ഇതാണ് പറയുന്നത്. 2, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ് തന്നേക്കുന്നത്. അതായത് തൊഴിൽ ചെയ്യാനുള്ള പ്രായമായി കഴിഞ്ഞു എങ്കിൽ അതിൽ ആക്റ്റീവായിട്ട് തൊഴിൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ തൊഴിൽ തപ്പി നടക്കുന്നവരുടെയും എണ്ണത്തിനെയാണ് നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു 15 വയസ്സ് കഴിഞ്ഞു ജോലിക്ക് ശ്രമിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീ പുരുഷൻ്റെ വ്യത്യാസം നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എപ്പോഴും കൂടുതൽ പുരുഷന്മാർക്കാണ്. 17, 18, 18, 19, 19, 20, 20, 21, 22, 23 വരെ നമ്മൾ നോക്കിയാലും പുരുഷന്മാരുടെ ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു 70-75% ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീകളുടെ നോക്കണം 21, 21, 26, 27, 27, 31, വിച്ച് ക്ലിയർലി മീൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺസ് ആർ വെരി ലെസ്. അല്ലെ, സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ചു തരൂ? ഇല്ല. എൻ്റെ കോമൺ സെൻസ് നോളജ് വെച്ച് ഞാൻ പറയുകയാണ്, സ്ത്രീകൾക്ക് അത്ര ജോലി ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവർക്ക് എന്താണ്, കഴിവ് കുറച്ച് കുറവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരൂ? ഇല്ല, അല്ലേ? പലപ്പോഴും ഇങ്ങനെ സ്ത്രീകളുടെ ജോലി ചെയ്യുന്നതിൻ്റെ അളവ് കുറയുന്നത് അവരുടെ കുറ്റം കൊണ്ടാണോ? അവർ കഴിവില്ലാത്തവരായതുകൊണ്ടാണോ? അല്ലല്ലോ. അതിന് പിന്നിൽ എന്തുണ്ട്? പല സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. സോ നമുക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഇഷ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള സോഷ്യൽ കോസുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കോ, കോമൺ സെൻസ് നോളജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, വുമൺസ് ആർ നോട്ട് കമ്മിങ് ഫോർവേഡ് ആസ് വർക്ക് ഫോഴ്സ്. അല്ലെ, സ്ത്രീകൾ തൊഴിൽ ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ സോഷ്യൽ ഇമാജിനേഷനിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ എന്ത് പിടികിട്ടും? നോക്കി, ഹെൽപ്പ് us to think that there are other factors behind the decline in the number of women in the workforce. സ്ത്രീകൾ ജോലിക്ക് എത്താത്തതിൻ്റെ കാരണം, ജോലിക്ക് ശ്രമിക്കാത്തതിൻ്റെ കാരണം മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്കതിൻ്റെ റീസൺസ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും എന്താണ്? ജെൻഡർ വ്യത്യാസത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതായത് പല സൊസൈറ്റികളിലും പുരുഷന്മാർക്കാണ് കുടുംബത്തിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ജോലി. സ്ത്രീകൾ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് വീടിൻ്റെ കെയർ ടേക്കർ, അതാണ് സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത്. സത്യം പറയാൻ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ എത്ര പുരോഗമിച്ച സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഉണ്ട്.
സ്ത്രീകൾ കുട്ടികളെ നോക്കണം എന്നുള്ളത് നമ്മൾ സോഷ്യൽ നോമായിട്ട് നമ്മളങ്ങ് വച്ചേക്കുകയാണ് അല്ലേ. സ്ത്രീകളാണ് കുട്ടികളെ നോക്കേണ്ടത്, സ്ത്രീകളാണ് വീട് തൂക്കേണ്ടത്, തുടയ്ക്കേണ്ടത്. ഇപ്പം മാറി വരുന്നുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ വീടുകളിൽ 90% വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. മേ ബി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും, രണ്ടുപേരും നല്ല ജോലി രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നവരാണെങ്കിലും കൂടുതലും അടുക്കള ജോലി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും, അമ്മമാരായിരിക്കും. ഇപ്പോഴത്തെ ഒരു കാലത്ത് പുരുഷന്മാർ സഹായിക്കുന്നുണ്ട്, പക്ഷേ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യമില്ല, അവർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ പല സ്ത്രീകളും ജോലി രാജിവെച്ച് വീട്ടിൽ ഇരിക്കാറുണ്ട്. സോ നോക്കിയേ, ദിസ് ഇസ് എ ജെൻഡർ നോം ദാറ്റ് ലിമിറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ. ഇവിടെ തീരുന്നില്ല. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേ, ചില സ്ഥലങ്ങളിൽ നോക്കണ്ടോ, ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പൈസയൊക്കെ മുടക്കി പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പോഴും പല പാരൻസും വിസമ്മതിക്കുന്നു. കാരണം ഇവരെ നാളെ കെട്ടിച്ചു വിടണമല്ലോ എന്ന് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടാവുമല്ലോ, ഉണ്ടാവും. വിദ്യാഭ്യാസം കുറയുമ്പോൾ അവർക്ക് നല്ല ജോലി കിട്ടൂ? ഇല്ല. ചെറിയ ജോലിയൊക്കെ പോകാൻ അവർക്ക് പറ്റൂ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വീട്ടിൽ തന്നെ ഇരിക്കും. സോ ദിസ് റിസൾട്ട് ഇൻ ദ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ വുമൺ ആൻഡ് ലോവർ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. കൾച്ചറലും എക്കണോമിക്കലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പല ഫാക്ടേഴ്സും ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? ജോലിക്ക് പോകാത്തത്. സോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ടു ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉദാഹരണം, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൻ്റെ അളവാണ്. നമുക്കത് 17 തൊട്ട് 23 വരെ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ടു 75 വരുമ്പോഴത്തേക്കും ഫീമെയിൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്താ അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ജെൻഡർ നോംസ് ആയിട്ട് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. ഇതാണ് ജെൻഡർ നോംസ്. അതായത് മെൻ ആർ പ്രൊവൈഡേഴ്സ് ആൻഡ് വുമൻസ് ആർ കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്? വീട് നോക്കേണ്ടത്, പുരുഷന്മാർ പോയി ജോലി ചെയ്തുകൊണ്ട് വരണമെന്നുള്ള ജെൻഡർ നോംസ്. എന്ന് വെച്ചാൽ ഒരു ജെൻഡറിൽപ്പെട്ട ആൾക്കാർ ഇന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ലെസ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ കുറവ് വരുന്നത്. ലിമിറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ, അല്ലെ, സ്ത്രീകൾക്ക് എല്ലാ ജോലികളും സൗകര്യത്തോടെ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഊബർ ഓട്ടിക്കുക അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുക. പുരുഷന്മാരെന്ന് ചെയ്യുന്ന, കോമൺ ആയിട്ട് ചെയ്യുന്ന 2 ജോലികളാണ്. ഇതിൽ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് ഇന്ന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസമ്മതിക്കാൻ പറ്റത്തില്ല അല്ലേ. സ്ത്രീകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ കാർ ഓടിച്ച് പോകുന്നതിലും ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നതിലും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സൊസൈറ്റി, അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് മാറ്റുന്നത്? ഒന്ന്, നമ്മുടെ ലീഗൽ സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കണം. മറ്റേ ഈ പറയുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ എന്ത് ചെയ്യണം? മാറണം. നമുക്ക് കുറച്ചുകൂടി വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വേണം. സോ നമുക്ക് പറയാൻ പറ്റും, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്പ് us ലിങ്ക് പേഴ്സണൽ അൺഎംപ്ലോയ്മെൻറ്റ് ടു ദീസ് ബ്രോഡർ സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ്, സ്ത്രീകൾക്ക് തൊഴിലില്ല എന്ന് ഒറ്റവാക്കി പറയാതെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് തൊഴിലില്ലാതാകുന്നു എന്നതിൻ്റെ കാരണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കും ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സെറ്റാണ്. അടുത്ത് വരുന്നതാണ് സെൽഫ് റിഫ്ലക്ഷൻ. നമുക്ക് എന്ത് പറ്റും? സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇഷാൻ എന്ന് പറയുന്ന ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഇഷാൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ കുട്ടിക്കാലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം ഒരു പെയിൻറ്റർ ആവാനായിരുന്നു. നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പെയിൻറ്റർ ആകണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്ര പേരുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല. അവർ പറയും, എന്താണ് പെയിൻറ്റിങ്, നീ വരച്ചോ, നല്ലത് തന്നെ, വരയ്ക്കുന്നുണ്ട്, ഫ്രീ ടൈമിൽ വരച്ചോ, ഹോബിയായിട്ട് വരച്ചോ. പക്ഷേ പ്രൊഫഷനാക്കാൻ പറ്റത്തില്ല. പ്രൊഫഷനാക്കാൻ നീ എന്ത് ചെയ്യണം? വല്ല എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ സർക്കാർ ജോലിക്കോ ശ്രമിക്കണമെന്ന് പറയാത്ത പാരൻസ് ഉണ്ടാവത്തില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ പെയിൻറ്റിങ്ങിലൂടെ രക്ഷപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു മിനിമം വിദ്യാഭ്യാസം നേടിയാൽ ജോലി എന്തായാലും കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ജോലി വിദ്യാഭ്യാസം നേടുന്നതിലായതുകൊണ്ടാണ് വീട്ടുകാരത് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇഷ്ടം എന്നതിനൊരു ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മുടേതായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവണം അല്ലേ. ഇഷ്ടമുള്ള ജോലി ചെയ്തില്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? എഞ്ചിനീയറായി. വീട്ടുകാരും ടീച്ചേഴ്സും സമൂഹമൊക്കെ പറയുന്നത് കേട്ട് ഇയാൾക്ക് അവസാനം സ്വയം തന്നെ തോന്നി, ശരിയാ, പെയിൻറ്ററായി കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. കൂട്ടുകാരൊക്കെ നല്ല ജോലി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പടവും വരച്ചുകൊണ്ടിരിക്കുന്നവനായി പോകും, അവസാനം വീട് പെയിൻറ്റ് ചെയ്യാൻ പോകേണ്ടി വരും എന്നൊക്കെ അയാൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, ജോലി ചെയ്തു. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? ഇല്ല. അവസാനം ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് പറയുന്നത്? നോക്കിയേ, ഹൂസ് ഇൻഫ്ലുവൻസ് ഡസ് ഇഷാൻ ഫൈൻഡ് ബിഹൈൻഡ് ഹിസ് ചൂസ് ടു ബിക്കം ആൻ എഞ്ചിനീയർ? പാരൻസ്, ടീച്ചേഴ്സ്, സൊസൈറ്റി. ബാക്കി നിങ്ങൾ ഫിൽ ചെയ്തോളാം. അപ്പോൾ ഇഷാൻ എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു. ഇയാൾ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. ഈയൊക്കെ ജോലിയോടൊരു താല്പര്യമില്ല. അപ്പോൾ താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യാൻ രാവിലെ എണീറ്റ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല.
അപ്പോൾ അയാൾ മാക്സിമം ആ ജോലി എന്ത് ചെയ്യാൻ നോക്കും, ഉഴപ്പാൻ നോക്കും അല്ലേ. ജോലി ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് വയ്യ എന്ന് മൂടില്ല, ചെയ്യുന്ന ജോലി അടിപൊളിയായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇയാൾക്ക് സക്സസ് ഉണ്ടാവുമോ? ചാൻസ് കുറവാണല്ലേ. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യാത്തിടത്തോളം നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് അങ്ങനെ ആകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യാം. സോ ഇതിലൂടെ നമുക്ക് എന്ത് പറ്റും, നമ്മൾ കാര്യങ്ങളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും അതിലൂടെ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുകയും ചെയ്യുന്നു. അതായത് എനിക്കിന്ന് ജോലിക്ക് വന്ന താല്പര്യം, ഞാനൊരു തോൽവിയായി മാറിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കണോ, ഞാൻ എന്തുകൊണ്ട് തോൽവിയായി എന്ന് ചിന്തിക്കണോ? ഞാനൊരു തോൽവിയാണ്, എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു മടിയനാണെന്ന് ചിന്തിച്ചാൽ അത് കോമൺ സെൻസ് നോളജ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിച്ചാൽ അത് സോഷ്യോളജിക്കൽ അനാലിസിസ്. എൻ്റെ ഇഷ്ടം ഇതായിരുന്നു, ഞാൻ ആ ഇഷ്ടത്തിലോട്ട് പോയില്ല, അതുകൊണ്ട് എനിക്ക് സംഭവിച്ചു. അപ്പോൾ തിരിച്ചെനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഇഷ്ടത്തിലോട്ട് പോകാമല്ലോ. ഇഷ്ടത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി ആവുമല്ലോ. അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഹാപ്പി ആവുന്നത്. ഓക്കെ, I have retired from engineering as a profession and moved into painting and I am happy now. കണ്ടോ, അപ്പോൾ സെൽഫ് റിഫ്ലക്ഷനിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണും. അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ സ്വയം മനസ്സിലാക്കുന്നതിനാണ് ഇവിടെ എന്തെന്ന് വിളിക്കുന്നത്, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ അപ്പാർട്ട് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്പ് us to realize more about oneself and എക്സസൈസ് സെൽഫ് റിഫ്ലക്ഷൻ. അങ്ങനെ നമുക്ക് സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ത്രൂ എന്താണ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇത് മാത്രമല്ല, വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു വൺ വേ റോഡിലോട്ട് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. പെട്ടെന്ന് നമ്മൾ ഒരു കയറാൻ പാടില്ലാത്ത റോഡിലോട്ട് നമ്മൾ വണ്ടി കൊണ്ട് കയറ്റി. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്ന് ചവിട്ടിയിട്ട് നമ്മളത് ചോദിക്കുകയാണ്, നീ എവിടെ നോക്കിയിടാ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ അവന് ഇറങ്ങി നിന്ന് അവനെ ചീത്ത വിളിച്ച് അവനെ ഇടി കൊടുക്കാൻ നിൽക്കണോ, നമ്മൾ ചിന്തിക്കണോ നമ്മളാണോ ഇവിടെ തെറ്റ് ചെയ്തത്? അതെ, അതൊരു വൺ വേ റോഡാണ്, നമ്മൾ കയറാൻ പാടില്ല, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കുറ്റം നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അയാൾക്ക് എന്ത് പറയണം, അയ്യോ സോറി, ഞാനിവിടെ പുതിയ ആളാണ്, എനിക്കറിയില്ലായിരുന്നു, സോറി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടി എടുത്തുകൊണ്ട് പോകണം. അതാണ് സെൽഫ് റിഫ്ലക്ഷൻ. അല്ലാതെ നീ ആടെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് അവനെ കയറി ചീത്ത വിളിക്കാൻ ഇടിക്കാൻ നിന്നാൽ അത് കോമൺ സെൻസ് ഇല്ലാത്ത നോളജ് എന്ന് വേണം അതിനെ പറയാനായിട്ട്. അപ്പോൾ നോക്കിക്കോ, സെൽഫ് റിഫ്ലക്ഷൻ ഇനേബിൾ us to identify the social cause behind individual problems. This allows for a broader understanding by moving away from the കൺഫൈൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് അല്ലേ. നമ്മൾ ഈ പറയുന്ന കോമൺ സെൻസ് നോളജിൽ നിന്നും മാറി കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നു. ഇവിടെ ആ പറയുന്ന പിക്ചറിൽ ഈ പറയുന്ന പെയിൻറ്ററിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് പറയുന്നത് അല്ലേ. വീട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ പറയുന്ന കേട്ടാണ് അയാൾ മാറി ചിന്തിച്ചത്. പിന്നീട് അയാൾക്ക് മനസ്സിലായി അത് വേണ്ട, തിരിച്ച് പഴയ വഴിയിലോട്ട് പോകാമെന്ന്. അതിലൂടെ അയാൾ എന്തായി, ഹാപ്പിയായി. അതാണ് ഇവിടെ പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ. ഓക്കെ, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ എബിലിറ്റി ടു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വൺസ് ഓൺ ഡിസിഷൻ. നമ്മുടെ തന്നെ തീരുമാനത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രിട്ടിക്കലായി ചിന്തിച്ചാൽ, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ, ക്രിട്ടിക്കലായിട്ടെന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ തെറ്റിനെ നമ്മൾ കുറ്റങ്ങളായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലക്സിവിറ്റി അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇഷാൻ്റെ കാര്യത്തിൽ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു, സോഷ്യൽ എക്സ്പെക്ടേഷൻ കാരണം അയാൾ എന്ത് ചെയ്തു, അയാൾ ഒരു എഞ്ചിനീയറായിട്ട് മാറി. സെൽഫ് റിഫ്ലക്ഷൻ അയാളെ എന്ത് ഹെൽപ്പ് ചെയ്തു, തിരിച്ച് അയാളുടെ പഴയ ഇഷ്ടപ്പെട്ട കാര്യത്തിലോട്ട് പോകാനായിട്ട് സഹായിച്ചു. സിമ്പിളല്ലേ. കാര്യങ്ങളിപ്പോൾ കുറേ നേരമായിട്ട് ഒരേ പോയിന്റ് പോലത്തെ സംഭവം പറയുന്നെങ്കിലും സംഭവം തലയിൽ കയറുന്നില്ലേ. ഇത് ഒരുപാട് കാണാതെ പഠിക്കാനൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, ഡെവലപ്പ് എമ്പതി ആൻഡ് ടോളറൻസ്. നമുക്ക് എമ്പതിയും ടോളറൻസും ഡെവലപ്പ് ആവാൻ സഹായിക്കുന്നു. ഒരു കുട്ടി പഠിക്കുന്നില്ല, നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്തായിരിക്കും, അവൻ ലേസിയാണ്, അവൻ ഉഴപ്പനാണ്, ഉറക്കമാണ്, അവന് താല്പര്യമില്ല, അവൻ എന്താണ്, ഒരു തല്ലുപുള്ളിയാണ്, താൻ തോന്നിയാണ് എന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷേ സത്യത്തിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ആ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ പലപ്പോഴും ഒരു കുട്ടി പഠിക്കാത്തതിൻ്റെ കാരണം അവൻ മാത്രമായിരിക്കണമെന്നില്ല, അവൻ ഈ പറയുന്ന ഉഴപ്പനായതുകൊണ്ട് മാത്രമാവണമെന്നില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ എൻ്റെ സെയിൻ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഈ ഒരു പോയിന്റിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പ്രാഞ്ചിയേട്ടൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പയ്യൻ പഠിക്കാതാവുന്ന, അവൻ ബ്രില്യൻ്റ് ആയിരുന്നു പക്ഷേ അവൻ പഠിക്കാതായത് അവൻ്റെ കുറ്റം കൊണ്ടാണോ? സിനിമ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന്. ലൈക്ക് ദാറ്റ്, ഏത് വ്യക്തിയും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അവനായിട്ടുണ്ടാക്കിയത് മാത്രമാകണമെന്നില്ല, സൊസൈറ്റിയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ആ സൊസൈറ്റി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അവ എന്ത് ചെയ്യും, തിരിച്ച് നല്ലൊരു ലെവലിലോട്ട് വന്നെന്ന് ഇരിക്കാം അല്ലേ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമായിരിക്കാം, അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകത്തില്ല, വീട്ടിൽ ലിമിറ്റഡ് ആക്സസ് ടു റിസോഴ്സസ്, ട്യൂഷന് പോകാനും അല്ലെ എക്സ്ട്രാ ഗൈഡ് വാങ്ങിച്ച് പഠിക്കാനും പറ്റുന്നില്ല. വീട്ടിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അച്ഛനായിരിക്കും, അച്ഛൻ മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരാളായിരിക്കാം, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കില്ലേ? ഉറപ്പായിട്ടും ബാധിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇപ്പോൾ 40 കുട്ടിയുണ്ടെങ്കിൽ 40 പേരും 40 വീട്ടിൽ നിന്ന് 40 സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ. അപ്പോൾ ആ 40 പേരുടെയും കുടുംബത്തിൽ ഒരുപോലെ ആയിരിക്കണം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ചിലർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് മക്കളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മറ്റു ചില പാരൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണമെന്നില്ല, പക്ഷേ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയാം.
അവരെന്ത് ചെയ്യും, കുട്ടിക്ക് അവർ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ചില പാരൻസ് അത് ചെയ്തു കൊടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ്റെ ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണ്ടേ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വെൻ യു അപ്രോച്ച് ദ പ്രോബ്ലം ഇൻ ദിസ് മാനർ you will develop empathy towards the child and will be able to provide support and encouragement. അല്ലേ, അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായാൽ നമ്മൾ അവരെ എന്ത് ചെയ്യും, സഹായിക്കാനായിട്ട് ശ്രമിക്കും. സോ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ബിഹൈൻഡ് ദ എക്സ്പീരിയൻസസ് ഓഫ് അതേഴ്സ്, ഇൻഡിവിജ്വൽ ക്യാൻ അപ്രോച്ച് ദം ഫ്രം ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്. എമ്പതി ആൻഡ് ടോളറൻസ് ക്യാൻ ബി ഡെവലപ്ഡ്. അല്ലേ, നമുക്ക് എന്താ എമ്പതിയും ടോളറൻസും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിക്കലി ആ പ്രശ്നത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ. ഒരേ പോയിന്റ് തന്നെ അല്ലേ ഇങ്ങനെ മാറി മാറി വരുന്നത്, ഉറക്കം വരുന്നുണ്ടോ? ഡെവലപ്പ് എമ്പതി ആൻഡ് ടോളറൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് ഇൻഡിവിജ്വൽസ്, അണ്ടർസ്റ്റാൻഡ് ദെയർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അല്ലെ, അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നം, സൊസൈറ്റി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ എമ്പതി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും. ലാസ്റ്റ് തൊട്ട് മുമ്പ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയ എന്ന് പറയുന്നത് ഒരു മൈഗ്രൻ്റ് വർക്കറാണ്. അതായത് ആ നാട്ടിൽ നിന്ന് ജോലി തേടി മറ്റൊരു വലിയ സിറ്റിയിലോട്ട് വരികയാണ്. ജോലി തേടി നടന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ജോലി കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ലേബർ ഓഫീസറിനെ കാണാമെന്ന് വിചാരിച്ചു. ഓരോ സിറ്റിയിലും എല്ലായിടത്തും ലേബർ ഓഫീസറുണ്ട്. തൊഴിൽ ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ലേബർ ഓഫീസറാണ്. ലേബർ ഓഫീസറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ മാത്രമല്ല അവരെ പോലെ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന്. അപ്പോൾ ആലോചിക്കുക, പ്രിയ അയ്യോ എൻ്റെ കഴിവുകേട് കൊണ്ടാണ് ജോലി കിട്ടാത്തതെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ കുടുക്കിയെടുത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ സോൾവ് ആവോ? ഇല്ല. അവരെന്ത് ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവരെന്ത് ചെയ്തു, ലേബർ ഓഫീസിൻ്റെ അടുത്ത് പോയി പരാതികൾ കൊടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന മൈഗ്രൻ്റ് ജോലിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, എൻ്റെ ജോലി പോയി, എൻ്റെ മാത്രം പ്രശ്നമാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് പറ്റത്തില്ല, ഞാൻ നാട്ടിൽ പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇത് പറ്റിയത്? എന്തുകൊണ്ടാണ് അതിനെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് അതിനെ പിരിച്ചുവിട്ടേ? അങ്ങനെ പിരിച്ചു വിടാമോ? അങ്ങനെ പിരിച്ചു വിട്ടാൽ അതിനെതിരെ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ നോക്കടാ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇനേബിൾഡ് പ്രിയ ടു recognize that most migrant workers faced similar problems like her. She was also able to find that other social factors also influence individual problems. Hence, Priya was able to improve her circumstances and support others. കണ്ടോ, മനസ്സിലാക്കിയതിലൂടെ, ക്രിട്ടിക്കലി തിങ്ക് ചെയ്തതിലൂടെ. സോ ഇൻ ദിസ് വേ ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ഓൺ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വേരിയസ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദെയർ ലൈഫ്. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഇറ്റ് ഹെൽപ്പ് us to analyze പ്രോബ്ലംസ് ഡീപ്ലി. പ്രശ്നങ്ങളെ ഡീപ്പായി പഠിക്കാൻ സഹായിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് ഹെൽപ്പ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ സോഷ്യൽ പ്രോബ്ലംസ്. അല്ലേ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയയുടെ പ്രശ്നം എന്തായിരുന്നു? മൈഗ്രൻ്റ് വർക്കറായിരുന്നു, ജോബ്ലെസ്, തൊഴിൽ പോയി, റെക്കഗ്നൈസ് ചെയ്തു മറ്റുള്ളവർ അതുപോലെ തന്നെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ എന്ത് പറ്റി, ലേബർ ഓഫീസറിൽ പോവുകയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ലാസ്റ്റ് വരുന്നതാണ് ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. അല്ലേ, ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. റീനു ഒരു വില്ലേജിൽ താമസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ആണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ചെറിയ ആങ്സൈറ്റിയും ഡിപ്രഷനും പോലെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടു. പക്ഷേ ഇത് പുറത്ത് പറയാനോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അദ്ദേഹം പേടിച്ചു. എന്തുകൊണ്ടാണ്? നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വട്ടാണെന്ന് കരുതുന്ന ആൾക്കാരാണ് ഉള്ളത്. നമുക്ക് കുറച്ച് ആങ്സൈറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. നമ്മളത് കാണുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയാൽ അയ്യോ ദേ അപ്പുറത്തെ വീട്ടിലെ സുമയുടെ മോൻ എന്തോ മാനസിക പ്രശ്നമുണ്ട്, അവന് ഭ്രാന്താണ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നിങ്ങളുടെ ചുറ്റുമുണ്ടോ എന്ന് എനിക്ക് അറിയണ്ട. എൻ്റെ ചുറ്റുമൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. നമ്മൾ ഈ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഇതൊക്കെ ഭ്രാന്തിന് ഡോക്ടർമാരെന്ന് കണക്കാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഷ്യൽ എന്താണ് നോംസ് ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഭ്രാന്തനാണ്, വട്ടനാണെന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. ഇയാൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. അതുവഴി അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഇങ്ങനെ ഡിപ്രഷൻ, ആങ്സൈറ്റിയൊക്കെ സൊസൈറ്റി സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വരാം. അല്ലെ, കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കേട്ട് തുടങ്ങിയത് അല്ലേ. ഇപ്പോൾ ഡിപ്രഷൻ തമാശയല്ലത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഡിപ്രഷൻ കൂടുതലാകുമ്പോഴാണ് ആൾക്കാർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നത്. നല്ലൊരു കാര്യമാണോ? അല്ല. അപ്പോൾ ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ഓക്കെ, ഡു യു റിയലൈസ് ദാറ്റ് മെൻ്റൽ ഹെൽത്ത് ഈസ് ജസ്റ്റ് as ഇമ്പോർട്ടൻ്റ് as ഫിസിക്കൽ ഹെൽത്ത്? അല്ലേ,
മാനസികമായിട്ടുള്ള ആരോഗ്യവും നമ്മുടെ ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള ആരോഗ്യത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഓൾസോ ഹെൽപ്പ് us to understand the influence of social institutions like a family, education institutions and financial institutions on developing individual choices and their consequences. അപ്പോൾ ഇതാ സംഭവം എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് വിൽ ഹെൽപ്പ് us to ചലഞ്ച് ദ ഹാംഫുൾ ബിലീവ്സ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ എന്താണ്, നെഗറ്റീവായിട്ടുള്ള സോഷ്യൽ നോംസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലേ, എന്താണ്, ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം ഷെയറിങ് ഹിസ് മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾസ്. ആഫ്റ്റർ അറ്റൻഡിങ് എ സെമിനാർ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്, സ്റ്റാർട്ടഡ് അവയർനെസ് പ്രോഗ്രാംസ് ടു റിമൂവ് ദ സോഷ്യൽ സ്റ്റിഗ്മ. കണ്ടോ, അദ്ദേഹം എന്ത് ചെയ്തു, മനസ്സിലാക്കുകയും പിന്നീട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മാത്രം നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുകയോ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സമൂഹത്തോട് പറയണം, നമ്മളത് എന്ത് ചെയ്യണം, ബോധവൽക്കരണങ്ങൾ ഉണ്ടാക്കണം. സോ നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ ഫാക്ടേഴ്സ് ക്യാൻ ബി ബിഹൈൻഡ് എവറി ഇൻഡിവിജ്വൽ പ്രോബ്ലം. ഇത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അപ്രോച്ചിങ് ഓൺലി ത്രൂ കോമൺ സെൻസ് നോളജ് വിൽ നോട്ട് ഹെൽപ്പ് ഡെവലപ്പിംഗ് എ സോഷ്യൽ പെർസ്പെക്റ്റീവ്. അല്ലേ, നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് സൊസൈറ്റിയെ മാറ്റത്തില്ല, ഇതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാനും പറ്റത്തില്ല. സോ സോഷ്യൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് നീഡ് ടു ബി ഐഡൻറ്റിഫൈഡ്. അതെന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെ, കോമൺ സെൻസ് നോളജോടിലല്ല, ബിയോണ്ട് കോമൺ സെൻസ് നോളജ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വിളിക്കുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഡിവിജ്വൽ പ്രശ്നത്തിന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. So, the reason behind various social problems can be grasped through sociological imagination. This increases the possibility of intervention in the problem solving and will help in formulating more effective social policies. So, at the end, what are the characteristics of sociological imagination എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് പഠിച്ച 6 പോയിൻ്റാണ് പറയേണ്ടത്. ഏതൊക്കെയാണ്, ബ്രോഡർ ആയിട്ടുള്ള സോഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്നു, സോഷ്യൽ ഇഷ്യൂസിനെ ഡെപ്തിൽ പഠിക്കാൻ സഹായിക്കുന്നു, സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, എമ്പതിയും ടോളറൻസും ഡെവലപ്പ് ചെയ്യുന്നു, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, നെഗറ്റീവ് സോഷ്യൽ നോംസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ സാധിക്കും. സത്യം പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നോളജ് അപ്രോച്ചും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നോളജ് അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ്. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വ്യക്തിയിൽ ചുരുങ്ങിയിരിക്കുന്നതാണ് അല്ലേ. ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസസ്, ഓഫൺ പ്രൊവൈഡ് ഓൺലി എ സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്റ്റീരിയോടൈപ്സ്, സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആർ നോട്ട് അപ്രോച്ച്ഡ് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ആദ്യത്തെ 2 ക്ലാസ് പഠിച്ച കാര്യം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, ഇറ്റ് സ്കോപ്പ് ഈസ് ബ്രോഡ് ആൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഓ ടു ലാർജർ സോഷ്യൽ സ്ട്രക്ചർ, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അനലൈസസ് ഡീപ്ലി ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ്, അല്ലെ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നു. എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു അബൌട്ട് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ നോംസ്. സത്യം പറയാം, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇവിടെ വരുന്നത്. ഒരുമിച്ച് എന്ത് ചെയ്തു, ഒരു കമ്പാരിസൺ പോലെ കൊടുത്തേക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തു, തീർന്നു. ഇത്രയേ ഉള്ളൂ. 2 കാര്യം, കോമൺ സെൻസ് നോളജ് എന്താണ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ടും കൂടെ വെച്ചൊന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടും പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.